Good morning, my dear students. Welcome back to our online class. In the last class, we have discussed our second chapter in geography, In Search of the Source of Wind. Today, we are going to study a new topic from the second chapter. The topic is Global Pressure Belts. What is global pressure belts? Studies have revealed that the atmospheric pressure is uniform between certain latitudes. Based on this, the Earth's surface is divided into different pressure belts. These are known as the global pressure belts. See the picture. You have seen the various pressure belts in that picture. Then polar high pressure belt, subpolar low pressure belt, subtropical high pressure belt, equatorial low pressure belt, subtropical high pressure belt, subpolar low pressure belt. Different pressure belts seen in that picture. ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സർട്ടൻ ലാറ്റിറ്റ്യൂഡ്സ്. ചില ലാറ്റിറ്റ്യൂഡ്സിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ്, ഈസ് യൂണിഫോം അല്ലേ, ഏകദേശം ഒരേപോലെയാണെന്ന് സ്റ്റഡീസ് റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ബേസ്ഡ് ഓൺ ദിസ് ദ എർത്ത് സർഫസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ്. അപ്പം ഇതിൻ്റെ ഒരു ബേസിസിൽ നമ്മുടെ എർത്ത് സർഫസിനെ വിവിധ പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വിവിധ പ്രഷർ ബെൽറ്റുകൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദീസ് ആർ നോൺ ആസ് ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്നത് ഇതിനെയാണ്. അപ്പോൾ ആ പ്രഷർ ബെൽറ്റ്സുകളാണ് നിങ്ങൾ ആ പിക്ചറിൽ കാണുന്നത്, വിവിധ പ്രഷർ ബെൽറ്റുകൾ. അപ്പോൾ എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സർട്ടൻ ലാറ്റിറ്റ്യൂഡ്സിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത് ഏകദേശം എന്താണ് യൂണിഫോം ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ബേസിസിൽ എർത്ത് സർഫസ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട്, ഇപ്പോൾ നിങ്ങൾ പിക്ചറിൽ കണ്ടു അല്ലേ, നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രഷർ ബെൽറ്റ്സുകൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. This is the zone where the sunrays fall vertically throughout the year. എങ്ങനെയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്? ഈ ഒരു സോണിൽ എങ്ങനെയാണ് where the sunrays fall vertically throughout the year. സൺറൈസ് എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ഇയർ വെർട്ടിക്കൽ ആയിട്ടാണ് ഈ ഒരു സോണിൽ കിട്ടുന്നത്. ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദി ഇയർ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് വെർട്ടിക്കലായിട്ട് സൺറൈസ് കിട്ടുന്നതിന് കാരണം ടെമ്പറേച്ചർ വിൽ ബി ഹൈ. ഇവിടെ എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. ത്രൂ ഔട്ട് ദ ഇയർ ഈ ഒരു സോണിൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. The air expands due to sun's heat and rises up on a massive scale. പിന്നെ എന്താ സംഭവിക്കുന്നത്, ദ എയർ എക്സ്പാൻസ് ഡ്യൂ ടു സൺസ് ഹീറ്റ്. സണ്ണിൻ്റെ ഹീറ്റ് കാരണം എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് റൈസസ് അപ്പ് ഓൺ എ മാസീവ് സ്കെയിൽ. അങ്ങനെ ആ ഒരു എയർ എന്ത് ചെയ്യുന്നുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോണിൽ വെർട്ടിക്കലായിട്ടാണ് സൺറൈസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും എന്തായിരിക്കും, ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ, ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അവിടെയുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ സണ്ണിൻ്റെ ഹീറ്റ് മൂലം അവിടെയുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇത് റൈസ് ചെയ്യുക, ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തോതിൽ അല്ലെ, മാസീവ് റൈസസ് അപ്പോൺ എ മാസീവ് സ്കെയിൽ, വൻ തോതിൽ അവിടെയുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്, റൈസസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദിസ് സോൺ. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ലോ പ്രഷർ ത്രൂ ഔട്ട് ദിസ് സോൺ. ഈ ഒരു
സോണിൽ, ഈ ഒരു സോണിലുടനീളം ഇവിടെ ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു റീസൺ ഇതാണ്. അപ്പം നമുക്കറിയാം ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു നമുക്കറിയാം. അപ്പം ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇതിൻ്റെ പേര് തന്നെ എന്താണ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. അപ്പം അവിടെ എന്താണ് ലോ പ്രഷർ വരാനുള്ള റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണ് കാരണം, ഈ ഒരു സോണിൽ ദിസ് സോൺ where the sunrise fall vertically throughout the year, hence the temperature will be high in this zone all through the year. The air expands due to sun's heat and rises upon a massive scale. This is the reason for the low pressure experienced throughout this season, throughout this zone. അല്ലേ, അപ്പോൾ വെർട്ടിക്കലായിട്ട് സൺറൈസ് കിട്ടുന്നത് കാരണം അവിടെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ചെയ്തിട്ട് ആ എയർ എന്താ ചെയ്യുന്നത്, റൈസ് ചെയ്യാണ് അല്ലേ, റൈസ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റീസൺ. The equatorial low pressure belt is situated between 5 degree north and south latitude. ഇനി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡ്. 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ലാറ്റിറ്റ്യൂഡിനിടയ്ക്കാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ സിറ്റുവേറ്റ് ചെയ്യുന്നത്. As the air in this zone ascends on a large scale, winds are very feeble here. പിന്നെന്താ, ആസ് ദി എയർ ഇൻ ദിസ് സോൺ അസെൻസ് ഓൺ എ ലാർജ് സ്കെയിൽ. നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഒരു സോണിൽ എയർ ഒരു ലാർജ് സ്കെയിൽ അസെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. വലിയ രീതിയിൽ ഈ ഒരു സോണിൽ എയർ മുകളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, വിൻസ് ആർ വെരി ഫീബിൾ ഹിയർ. ഇവിടെയുള്ള കാറ്റുകൾ വെരി ഫീബിൾ ആണ്. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വീക്ക് അല്ലേ, ദുർബലമാണ്, വളരെ ശക്തി കുറവാണ് ഇവിടെയുള്ള കാറ്റിന്. ദിസ് പ്രഷർ ബെൽറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡോൾഡ്രം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഷർ ബെൽറ്റ് എന്തു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഡോൾഡ്രം എന്നുള്ള പേരിൽ. ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ കാറ്റുകളില്ലാത്ത മേഖല എന്ന് പറയും അല്ലേ. ഇവിടെ എന്തുകൊണ്ടാണ്, ഈ കാറ്റുകൾ വളരെയധികം വീക്കാണ്. അപ്പം ഈ ഒരു സോൺ അറിയപ്പെടുന്ന പേരെന്താണ്, ഡോൾഡ്രം എന്നുള്ളത്. മീനിങ് എന്താണ്, ദ സോൺ വിത്ത് നോ വിൻസ്, കാറ്റുകളില്ലാത്ത മേഖല എന്നുള്ളത്, സോൺ എന്നുള്ള പേരിൽ. ദ റീജിയൻ വാസ് എ നൈറ്റ് മെയർ ഫോർ ദി ആൻഷ്യൻ മാരിനേഴ്സ്. പിന്നെ ഈ ഒരു റീജിയണ് ഒരു നൈറ്റ് മെയർ ആണ്. ആൻഷ്യൻ്റ് മാരിനേഴ്സിന് ഒരു നൈറ്റ് മെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേടി സ്വപ്നം അല്ലേ. ആൻഷ്യൻ്റ് മാരിനേഴ്സിന് ഒരു നൈറ്റ് മെയർ എന്ന് പറയാൻ കാരണം എന്താ, കാരണം ഈ എന്താണ്, പായ്ക്കപ്പലുകളിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ആൻഷ്യൻ്റ് മാരിനേഴ്സ്. പണ്ട് കാലത്ത് കൂടുതലും എങ്ങനെയാണ്, പായ്ക്കപ്പലുകളിലാണ് പോയിരുന്നത് അല്ലേ ആളുകൾ. അപ്പം ആ പായ്ക്കപ്പലുകളിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒരു വിൻഡിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് അല്ലെ, വിൻഡ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് പായ്ക്കപ്പലുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു റീജിയണിൽ നമ്മൾ പറഞ്ഞു, വിൻസ് ആർ വെരി ഫീബിൾ എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് പിന്നെ പായ്ക്കപ്പലുകളിൽ സഞ്ചരിക്കുന്നവർക്ക് എന്തായിരിക്കും, ഇവിടെ നൈറ്റ് മെയർ ആണെന്ന് പറയാൻ കാരണവും ഇത് തന്നെയാണ്. കാരണം കാറ്റുകളില്ല, അവിടെ കാര്യമായിട്ട് കാറ്റില്ലാത്തത് കൊണ്ട് അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ മൂവ്മെന്റ് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, റീജിയൻ വാസ് എ നൈറ്റ് മെയർ ഫോർ ദി ആൻഷ്യൻ മാരിനേഴ്സ്. നെക്സ്റ്റ് വൺ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. എന്താ നോക്കാം. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of the earth. നോക്കൂ, എന്താണ് സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ സംഭവിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങൾക്ക് പേര് കേട്ടാൽ അറിയാം, അവിടെ എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഇവിടെ ഹൈ പ്രഷറാണ് അല്ലേ. എങ്ങനെ ഇവിടെ ഹൈ പ്രഷർ വരുന്നത് നോക്കാം. ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇപ്പം നമ്മൾ ആദ്യത്തത് പറഞ്ഞപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ, അവിടെ എന്താണ്, ദ ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഉള്ള ഹോട്ട് എയർ അല്ലേ അസെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഹോട്ട് എയർ അസെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ അസെൻഡ് ചെയ്യുന്ന ഹോട്ട് എയർ റൊട്ടേഷന്റെ ഭാഗമായിട്ട്, റൊട്ടേഷന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് പിന്നീട് അത് കൂളാവുന്നുണ്ട്. കൂളായിട്ട് സബ് ട്രോപ്പിക്കൽ സോണിൽ എത്തുമ്പോഴേക്കും അത് കൂളായിട്ട്
സബ് ട്രോപ്പിക്കൽ പ്രഷറിലേക്ക് താഴ്ന്നു വരുന്നുണ്ട്. അപ്പൊ അവിടെ സബ്സൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ആ ഭാഗത്ത് എന്തായിരിക്കും, കൂളാവുമ്പോ എയർ എന്ത് ചെയ്യും, ഡിസെൻഡ് ചെയ്യുമെന്ന് നമുക്കറിയാം. കൂളാവുമ്പോ എയർ ഡിസെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എയർ കൂളാവാൻ കാരണം എന്താണ്, ഡ്യൂ ടു റൊട്ടേഷൻ അല്ലെ. റൊട്ടേഷന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ എയർ കൂളാവുന്നത്. അങ്ങനെ സബ് ട്രോപ്പിക്കൽ സോണിൽ എത്തുമ്പോഴേക്കും എയർ കൂളാവുന്നു. അപ്പൊ അവിടെ നമുക്കറിയാം എങ്ങനെയായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ എങ്ങനെയായിരിക്കും, പ്രഷർ ഹൈ പ്രഷർ അല്ലെ. ഹൈ പ്രഷർ ഇൻഫ്ലുവൻസസ് ഇൻ ദിസ് സോൺ അല്ലെ. ഇവിടെ എക്സ്പീരിയൻസസ് ഇൻ ദിസ് സോൺ, ഹൈ പ്രഷർ ആയിരിക്കും ഈ സോണിൽ ഉണ്ടാവുക. അപ്പൊ കാരണം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റില് ഹൈ പ്രഷർ വരാനുള്ള കാരണം എന്നുള്ളത്. ഇത് പിന്നെ ഇവിടുന്നുള്ള ആ ഹോട്ട് എയർ അസെൻഡ് ചെയ്യുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷറിലുള്ള ഹോട്ട് എയർ റൊട്ടേഷന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അത് കൂളാവുന്നു. അങ്ങനെ സബ് ട്രോപ്പിക്കലിൽ എത്തുമ്പോഴേക്കും അത് കൂളായിട്ടുണ്ട്. അങ്ങനെ ആ അപ്പൊ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ സോണിൽ ഹൈ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. As this zone is close to the pole, the air is colder here. Though the cold air remains close to the earth, the air thrown up due to the rotation of the earth. As a result, low pressure is experienced all along the subpolar region. ഇനി നോക്കാം, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെ. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്, ഇവിടെ ലോ പ്രഷർ ആണ്. അപ്പൊ എങ്ങനെ ലോ പ്രഷർ വരുന്നു എന്നുള്ളത് നോക്കാം. As this zone is close to the pole, the air is colder here. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ആ പിക്ചറിൽ കണ്ടു അല്ലേ, ഇങ്ങനെയാണ് ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നുള്ളത് ഏതിനോടടുത്താണ്, പോൾസിനോടടുത്ത് അല്ലേ. നോർത്ത് പോൾ സൗത്ത് പോൾ എന്നുള്ളത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ് നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ. അപ്പോൾ പോൾസിനോടടുത്തിട്ടാണ് ഈ ഒരു സോണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ദ എയർ ഈസ് കോൾഡർ ഹിയർ. അവിടുത്തെ എയർ അല്ലേ, പോൾസിൽ നിങ്ങൾക്കറിയാം എപ്പോഴും തണുപ്പാണ്. അപ്പൊ അവിടുത്തെ എയർ എങ്ങനെയായിരിക്കും, ദ എയർ ഈസ് കോൾഡർ ഹിയർ. അവിടുത്തെ എയർ വളരെ കോൾഡ് ആയിരിക്കും. ദോ ദ കോൾഡ് എയർ റിമൈൻസ് ക്ലോസ് ടു ദി എർത്ത്, ദ എയർ ഈസ് ത്രോൺ അപ്പ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ അവിടുത്തെ എയർ വളരെയധികം കോൾഡാണെന്ന് പറഞ്ഞു. ഈ കോൾഡ് ആയിട്ടുള്ള എയർ നമ്മുടെ എർത്തിനോട് ചേർന്നിട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും എന്ത് ആവുന്നുണ്ട്, എർത്തിന്റെ റൊട്ടേഷൻ മൂലം ഈ ഒരു എയർ മുകളിലേക്ക് ശക്തിയായിട്ട് ചുഴറ്റിയെറിയപ്പെടുക എന്ന് പറയും. മുകളിലേക്ക് ശക്തിയായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ റൊട്ടേഷൻ അങ്ങനെ നടക്കുമ്പോഴേക്കും വളരെ ശക്തിയായിട്ട് ഈ എയർ മുകളിലേക്ക് പോകുന്നുണ്ട്. ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദി സബ് പോളാർ റീജിയൻ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്, സബ് പോളാർ റീജിയണിൽ എപ്പോഴും എന്തനുഭവപ്പെടുന്നുണ്ട്, ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കാരണം, ലോ പ്രഷർ ആവാനുള്ള കാരണം. അപ്പൊ ഇവിടെ പോൾസിന്റെ അടുത്തതാണ് അവിടുത്തെ എയർ കൂളാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അവിടെ എന്താണ്, വളരെ കൂളായിട്ടുള്ള എയർ അല്ലേ, അപ്പൊ അവിടെ ടെമ്പറേച്ചർ കുറവല്ലേ, അപ്പൊ എങ്ങനെയാ അവിടെ ലോ പ്രഷർ വരിക എന്നുള്ള ഒരു ഡൗട്ട് തോന്നും. പക്ഷെ ഇവിടെ എന്താണ്, പോൾസിനോടടുത്താണ്, അവിടുത്തെ എയർ കൂളാണ്, പക്ഷെ അവിടെ ലോ പ്രഷർ ആവാനുള്ള റീസൺ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദോ ദി കോൾഡ് എയർ റിമൈൻസ് ക്ലോസ് ടു ദി എർത്ത്, ദ എയർ ഈസ് ത്രോൺ അപ്പ് ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഇതാണ് റീസൺ. എന്താ, എയർ ഈസ് ത്രോൺ അപ്പ് ഡ്യൂ ടു ദ റൊട്ടേഷൻ. ആ കോൾഡ് എയർ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ത്രോണപ്പ് ചെയ്യുന്നുണ്ട്. ത്രോണപ്പ് ചെയ്യുമ്പോൾ അത് ത്രോണപ്പ് ചെയ്ത് മുകളിലേക്ക് ത്രോണപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നത്. അപ്പോൾ പിന്നെ കോൾഡായിട്ടുള്ള എയർ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സോണിൽ എന്ത് വരുന്നത്, ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. നോക്കൂ, ദിസ് സോൺ എക്സ്പീരിയൻസസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഇനി പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ. ഈ ഒരു സോൺ, ദിസ് സോൺ എക്സ്പീരിയൻസസ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ.
ഈ ഒരു സോണിൽ എങ്ങനെയാണ് സിവിയർ കോൾഡ് ത്രൂ ഔട്ട് ദ ഇയർ സിവിയർ കോൾഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സോണാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. ഇനി എങ്ങനെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു ത്രൂ ഔട്ട് ദ ഇയർ എന്താണ് കോൾഡാണ് അല്ലേ, വളരെയധികം ത്രൂ ഔട്ട് ദ ഇയർ വളരെയധികം തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോൾസിലെ ഈ വളരെയധികമുള്ള ഈ ഒരു തണുപ്പിൽ അവിടുത്തെ എയർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ എയർ തണുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ എയർ വളരെയധികം കോൾഡായിരിക്കും അവിടുത്തെ എയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ ഒരു സോണിൽ ഹൈ പ്രഷറായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സോണിൽ എന്ത് വരുന്നത്, ഹൈ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ദ റീസൺസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ്. നമുക്ക് എന്തൊക്കെയാണ് റീസൺസ്? ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സുകൾ പറഞ്ഞു. ഈ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സുകൾ അതിൻ്റെ ഫോർമേഷൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Variations in the amount of solar energy received and the rotation of the earth contributes to the formation of different pressure belts. എന്താണ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ് ഫോം ചെയ്യാനുള്ള റീസൺ? വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി. നമുക്ക് കിട്ടുന്ന സോളാർ എനർജിയിലെ വേരിയേഷൻസ് അല്ലേ. നമുക്കറിയാം എപ്പോഴും ഒരേപോലെയുള്ളതല്ല സോളാർ എനർജി നമുക്ക് കിട്ടുന്നത്. പിന്നെ റിസീവ്ഡ് ആൻഡ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സ്. അപ്പോൾ നമ്മുടെ സോളാർ എനർജി നമുക്ക് കിട്ടുന്ന അതിൻ്റെ വേരിയേഷനും അതുപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ റൊട്ടേഷനുമാണ് ഇങ്ങനെയുള്ള ഈ ഡിഫറെൻറ്റ് പ്രഷർ ബെൽറ്റ്സിൻ്റെ ഫോർമേഷന് കാരണമാവുന്നത്. ദെൻ നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ്. അടുത്തത് ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ്. എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ് നോക്കാം. ദ പ്രഷർ ബെൽറ്റ്സ് ഷിഫ്റ്റ് അക്കോർഡിംഗ് ടു ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. The pressure belts shift northward during the period of sun's northward progression and towards the south during the period its southward progression. അപ്പോൾ എന്താണ് ഈ ഷിഫ്റ്റിംഗ് ഓഫ് പ്രഷർ ബെൽറ്റ്സ് എന്ന് പറഞ്ഞാൽ? പ്രഷർ ബെൽറ്റ്സിൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ്സ് അക്കോർഡിംഗ് ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. സണ്ണിൻ്റെ അപ്പാരന്റ് മൂവ്മെന്റ് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രഷർ ബെൽറ്റ്സുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ നിങ്ങൾക്കറിയാം, നിങ്ങൾ സീസൺ സൺ ടൈമിൽ പഠിച്ചു അല്ലേ, എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്നുള്ളത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള ആ ഒരു എന്താണ് മാറ്റം, അതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, ഇത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ അപ്പാരന്റ് മൂവ്മെന്റിന്റെ ഓഫ് ദി സൺ ആണ് എന്തിന് കാരണമാവുന്നത്? ദ പ്രഷർ ബെൽറ്റ്സിന്റെ ഷിഫ്റ്റിന്. ഇനി എങ്ങനെയാണ്? ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ് നോർത്ത് വാർഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സൺസ് നോർത്ത് വാർഡ് പ്രോഗ്രഷൻ. ഇനി അപ്പം അതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് പ്രഷർ ബെൽറ്റുകൾ? ഇപ്പോൾ നമ്മൾ നോർത്ത് വാർഡ് പ്രോഗ്രഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ട്രോപ്പിക് ഓഫ് നോർത്ത് വാർഡ് എന്ന് പറയുമ്പോൾ നോർത്തിലുള്ള ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നോർത്ത് വാർഡ് പിന്നെ പ്രോഗ്രഷൻ്റെ സമയത്ത്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആ ഭാഗത്ത് പ്രഷർ ബെൽറ്റുകൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? നോർത്തിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ എങ്ങനെയാണ്? ആൻഡ് ടുവാർഡ്സ് ദി സൗത്ത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഹിസ് സൗത്ത് വാർഡ് പ്രോഗ്രഷൻ. ഇനി സൗത്തിലേക്ക് അപ്പോൾ എങ്ങനെയായിരിക്കും? അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ. അതാണ് സൗത്ത് ഭാഗത്ത് ഏതാണുള്ളത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അപ്പോൾ ആ ഒരു സൗത്ത് വാർഡ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതായത് സൗത്തിലേക്കും പ്രഷർ ബെൽറ്റുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോർത്തിൽ എന്ന് പറയുമ്പോൾ പ്രഷർ ബെൽറ്റുകൾ നോർത്ത് വാർഡ് എന്ന് പറയുമ്പോൾ നോർത്ത് ഭാഗത്തേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും സൗത്ത് വാർഡ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അതിൻ്റെ ഭാഗത്തേക്കുമുള്ള ഒരു ഷിഫ്റ്റിംഗ്. ഇങ്ങനെയാണ് ഈ പ്രഷർ ബെൽറ്റുകൾ. നെക്സ്റ്റ് വൺ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ് നോക്കാം. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറും വിൻഡ്സും എന്നുള്ളത്. The horizontal movement of air from a high pressure zone to a low pressure zone is called wind.
ഇപ്പം നിങ്ങൾക്കറിയാം വിൻഡ് എന്നുള്ളത് എന്താ, നിങ്ങൾ മുന്നേ പഠിച്ചതാണ് അല്ലേ. ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. ഒരു ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്കുള്ള ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വിൻഡ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് winds on the earth's surface, ranging from the light breeze that makes the leaves flutter to cyclones that cause widespread damage. ഇപ്പോൾ നമുക്കറിയാം എന്തൊക്കെയുണ്ട്, ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ഓൺ ദി എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ വിവിധ തരത്തിലുള്ള വിൻഡുകളുണ്ട്. അതെങ്ങനെയാണ്, റേഞ്ചിങ് ഫ്രം ദി ലൈറ്റ് ബ്രീസ് ദാറ്റ് മേക്സ് ദ ലീവ്സ് ഫ്ലട്ടർ ടു സൈക്ലോൺസ് ദാറ്റ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ്. അപ്പോൾ പലതരത്തിലുള്ള കാറ്റുകളുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ലൈറ്റ് ബ്രീസ് അല്ലേ, ചെറിയ തരം കാറ്റുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ചിലപ്പോൾ നമുക്കറിയാം ദാറ്റ് മേക്സ് ദ ലീവ്സ് ഫ്ലട്ടർ അല്ലേ. ഇപ്പോൾ നമ്മളെ ചെടികളുടെ ഒക്കെ ഇലകൾ ഇങ്ങനെ ഇളകുമ്പോൾ മാത്രമാണ് ആ കാറ്റുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാറ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ട്, സൈക്ലോൺസ് ദാറ്റ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ് അല്ലേ. നമുക്കറിയാം വളരെയധികം നാശങ്ങൾ വരുത്തി വയ്ക്കുന്ന സൈക്ലോൺസ് വരെയുണ്ട് അല്ലേ, കൊടുങ്കാറ്റുകൾ വരെ തന്നെയുണ്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള വിൻഡുകളുണ്ട്. Winds are named on the basis of the direction from which they blow. ഇനി വിൻസുകൾ അതിനെങ്ങനെയാണ് പേരുകൾ കിട്ടുന്നത്? ഇപ്പോൾ അവയ്ക്ക് പേരുകൾ എങ്ങനെയാ വെച്ചാൽ എങ്ങനെയാണോ അതിൻ്റെ ഡയറക്ഷൻ അല്ലേ, ഓൺ ദി ബേസിസ് ഓഫ് ദി ഡയറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലോ. എവിടെ നിന്നാണോ ആ വിൻഡുകൾ ബ്ലോ ചെയ്യുന്നത്, കാറ്റുകൾ എവിടെ നിന്നാണോ വീശുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ വിൻഡുകൾക്ക് പേര് നൽകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ദ സൗത്ത് വിൻഡ് അല്ലേ, ദ സൗത്ത് വിൻഡ് ഈസ് ദി വിൻഡ് ബ്ലോയിങ് ഫ്രം ദി സൗത്ത്. ഇപ്പോൾ സൗത്ത് വിൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്നാ, സൗത്ത് നിന്ന്. ദെൻ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദി സോഴ്സ് റീജിയൻ ഇൻഫ്ലുവൻസ് ദി നാച്ചർ ഓഫ് ദി വിൻഡ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ ദ പെക്യൂലിയാരിറ്റീസ്, ഇപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന അത് എന്താണ്, ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദി സോഴ്സ് റീജിയൻസ് ഇൻഫ്ലുവൻസ് ദ നാച്ചർ ഓഫ് ദി വിൻഡ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതാണ് ആ വിൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ winds blowing from the sea will be saturated with moisture, whereas the moisture content will be less in winds blowing from drier regions. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് എന്തിനെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു, ആ വിൻഡിൻ്റെ നാച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദി സീ വിൽ ബി സാറ്റുറേറ്റഡ് വിത്ത് മോയ്സ്ചർ, whereas the moisture content will be less in winds blowing from drier region. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ്, ഇപ്പോൾ സീയിൽ നിന്ന് ലാൻഡിലേക്ക് വീശുന്ന വിൻഡ് എങ്ങനെയായിരിക്കും, അത് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതായിരിക്കും. എന്നാലോ ഡ്രയർ റീജിയൻസ് ഉള്ള വിൻഡുകൾ എങ്ങനെയായിരിക്കും, അവിടെ അതിൽ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അപ്പം അതാണ് അതിൻ്റെ ആ ഒരു കാറ്റിൻ്റെ സ്വഭാവത്തെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ആ നാച്ചുറിനെ. ഇപ്പോൾ കാറ്റിൻ്റെ നാച്ചുറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അറിയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ സീയിൽ നിന്ന് ലാൻഡിലേക്കുള്ള കാറ്റാണെങ്കിൽ അതിൽ ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഡ്രയർ റീജിയണിൽ നിന്നുള്ള ഒരു വിൻഡാണെങ്കിൽ അതിലെങ്ങനെയായിരിക്കും, അതിലെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. അടുത്തത് വിൻഡിൻ്റെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ അല്ലേ. ദ സ്പീഡ് ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് വിൻഡ് ആർ ബേസ്ഡ് ഓൺ ചില കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വിൻഡിൻ്റെ സ്പീഡും ഡയറക്ഷനും. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, സെക്കൻഡ് വൺ കോറിയോലിസ് ഫോഴ്സ്, തേർഡ് വൺ ഫ്രിക്ഷൻ. അപ്പോൾ ഇതാണ് ഈ വിൻഡിൻ്റെ സ്പീഡ് അല്ലേ, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. അതിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ 3 പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അപ്പം ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്. വാട്ട് ഈസ് പ്രഷർ ഗ്രേഡിയൻ ഫോഴ്സ്? Atmospheric pressure is not uniform everywhere on the Earth's surface. The change in pressure with the horizontal distance is termed as
pressure gradient. The pressure gradient is said to be steeper when the pressure difference is more. അപ്പോൾ എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ ഓൺ ദി എർത്ത് സർഫസ്. നിങ്ങൾക്കറിയാം എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരുപോലെയല്ല. ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് പ്രഷർ ഗ്രേഡിയൻറ്റ്. അപ്പോൾ എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്? ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ വരുന്ന ആ പ്രഷറിൻ്റെ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് ദ പ്രഷർ ഗ്രേഡിയൻ്റ് ഈസ് സെഡ് ടു ബി സ്റ്റീപ്പർ വെൻ ദി പ്രഷർ ഡിഫറൻസ് ഈസ് മോർ. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് സ്റ്റീപ്പർ, അതായത് സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കും പ്രഷർ ഗ്രേഡിയൻറ്റ്? അവിടെ എന്ത് കൂടുതലാണെന്ന് പറയാം? ദ പ്രഷർ അല്ലേ, പ്രഷർ ഡിഫറൻസ്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? പ്രഷർ ഗ്രേഡിയൻറ്റും അതുപോലെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാറ്റിൻ്റെ ഒരു സ്പീഡും കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലങ്ങളിൽ, സ്റ്റീപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ കാറ്റിൻ്റെ ഒരു സ്പീഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് പ്രഷർ ഗ്രേഡിയൻ്റ്. എന്താണ് പ്രഷർ ഗ്രേഡിയൻ്റ്? മീൻസ് ദ ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ടേംഡ് ആസ് പ്രഷർ ഗ്രേഡിയൻ്റ്. ദ പ്രഷർ ഗ്രേഡിയൻ്റ് ഈസ് സെഡ് ടു ബി സ്റ്റീപ്പർ വെൻ ദ പ്രഷർ ഡിഫറൻസ് ഈസ് മോർ. അല്ലേ? ഇപ്പോൾ നമ്മൾ സ്റ്റീപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് പിന്നെ ആ ഒരു പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലാണെന്ന് പറയാം? പ്രഷർ ഗ്രേഡിയൻറ്റ് കൂടുതലാണെന്ന് പറയാം. ഇങ്ങനെയുള്ള റീജിയൻസിൽ എന്തായിരിക്കും? വിൻഡിൻ്റെ സ്പീഡും കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കാണാണ്ടല്ലേ? ആ പിക്ചറിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസും ഉണ്ട് അതിൻ്റെ താഴെ. എന്താണ്? മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് യൂസിങ് ആരോ മാർക്സ് ഇൻ ബോത്ത് ദി ഡയഗ്രാംസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആരോ മാർക്സ് വെച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ് വിൽ ദ സ്പീഡ് ഓഫ് ദി വിൻഡ് ബി ഹയർ? വൈ? ഇനി ഈ 2 പിക്ചറിലും, അപ്പോൾ 2 പിക്ചർ കണ്ടു, അതിൽ ഏതിലായിരിക്കും വിൻഡിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക? എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ എ എന്നുള്ള ആ ഒരു പിക്ചർ നോക്കാം. അതിൽ എ എന്നുള്ള പിക്ചറും ബി എന്നുള്ള പിക്ചറും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വിൻഡിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഏതിലായിരിക്കും? നമ്മൾ എയിലുള്ള പിക്ചറിലാണ് നമുക്ക് വിൻഡിൻ്റെ സ്പീഡ് കൂടുതൽ. എന്താ കാരണം? അതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കി, ഐസോബാർസ് ആർ ഷോൺ ക്ലോസ്ലി അല്ലേ? ഐസോബാർസുകൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? വളരെ അടുത്തായിട്ട് അല്ലേ? ക്ലോസ്ലി ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഹൈ സ്പീഡ് വിൻഡ് ഏതിലാണ്? എ എന്നുള്ള പിക്ചറിലാണ്. അപ്പം നമുക്ക് എങ്ങനെ അറിയാം? ആ ഐസോബാർസുകൾ വളരെ അടുത്തടുത്തായിട്ടാണ് വരച്ചിട്ടുള്ളത്. ദെൻ അപ്പോൾ ഏതിലാ? ബി അല്ലേ? ബി എന്നുള്ള പിക്ചറിൽ അതിലാണ് ലെസ് സ്പീഡ് വിൻഡ് ഉള്ളത് അല്ലേ? കുറഞ്ഞതിൽ. അപ്പോൾ അതെങ്ങനെയാണ്? ഐസോബാർസ് ആർ നോട്ട് ഷോൺ ക്ലോസ്ലി. അപ്പോൾ നമുക്കതിൽ കാണാം ഐസോബാർസുകൾ എങ്ങനെയാണ്? വളരെ വിട്ടുവിട്ടായിട്ടാണ് അതിൽ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. നിങ്ങൾ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഐസോബാർസുകൾ വരയ്ക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം അതാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു റീജിയണിൽ എങ്ങനെയാണ് കാറ്റിൻ്റെ സ്പീഡ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് കോറിയോലിസ് ഫോഴ്സ്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ഫാക്ടറായിട്ടുള്ള കോറിയോലിസ് ഫോഴ്സ് എന്താ നോക്കാം. Freely moving bodies get deflected to the right in the northern hemisphere and to the left in the southern hemisphere due to a force generated as a result of earth rotation. This is known as the Coriolis force. എന്താണ് കോറിയോലിസ് ഫോഴ്സ്? ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇപ്പം നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ ഉള്ള ഫ്രീലി മൂവിങ് ബോഡീസ് അത് റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ടു ദ ലെഫ്റ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്?
സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കുമാണ് അതിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഇതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് റൊട്ടേഷൻ. എർത്തിൻ്റെ റൊട്ടേഷന് ആയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദി കോറിയോലിസ് ഫോഴ്സ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എവിടേക്കാണ്? ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന് റൈറ്റിലേക്കും സദേൺ ഹെമിസ്ഫിയറിലെ ലെഫ്റ്റിലേക്കുമാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. എന്തിൻ്റെ ഭാഗമായിട്ട്? എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഫോഴ്സ് ഇൻക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് ദ പോൾസ് ഫ്രം ദി ഇക്വേറ്റർ. പിന്നെ ഈ ഒരു ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പോൾസിലേക്ക്, അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകും തോറും ഇത് ഈ ഒരു കോറിയോലിസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ Ferrel's law, Admiral Ferrel. Admiral Ferrel found out that the winds in the northern hemisphere deflect towards their right and those in the southern hemisphere deflect towards their left due to the Coriolis effect. The law put forward by him on the basis of this is known as the Ferrel's law. ഇനി കോറിയോലിസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അഡ്മിറൽ ഫെറൽ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് കണ്ടുപിടിച്ചത് അഡ്മിറൽ ഫെറലാണ്. അഡ്മിറൽ ഫെറൽ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ വിൻഡ്സ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഡിഫ്ലക്ട് ടുവാർഡ്സ് ദെയർ റൈറ്റ് അല്ലേ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു കോറിയോലിസ് ഫോഴ്സ് എന്നുള്ളത്, കോറിയോലിസ് ഫോഴ്സിന് ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് ആരാണ്? അഡ്മിറൽ ഫെറലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദ ലോ ഫുഡ് ഫോർവേഡ് ബൈ ഹിം ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഈസ് നോൺ ആസ് ഫെറൽസ് ലോ. അപ്പം ഇതിൻ്റെ ബേസിസിൽ ആണ് ഇതിനെ എന്ത് പറയുന്നത്? ഫെറൽസ് ലോ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇത് പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നുണ്ട്? ഫെറൽസ് ലോ. ഇപ്പം നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിൽ നോക്കൂ, ആ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ടിനും ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഡിഫ്ലക്ഷൻ അല്ലേ, ഒരു സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്, ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലേക്കും അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ ആ കാണുന്നത്. നെക്സ്റ്റ് വൺ, ഫ്രിക്ഷൻ. ഇനി അടുത്തത് ഫ്രിക്ഷൻ. മൂന്നാമത്തെ ഫാക്ടറായിട്ടുള്ള ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. The speed of wind will be high over ocean surfaces and level lands as the friction is less. On the other hand, the friction being more along the difficult terrains and places with a dense forest cover, the speed of wind will be less in those places. അപ്പോൾ നോക്കൂ, എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? The speed of wind will be high over ocean surface and level lands as the friction is less. ഇപ്പം നമ്മൾ ഓഷ്യൻ്റെ സർഫസിൽ അതുപോലെ തന്നെ ലെവൽ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിരപ്പായിട്ടുള്ള പ്രദേശങ്ങൾ. ഇവിടെയൊക്കെ ഫ്രിക്ഷൻ കുറവായിരിക്കും, ഫ്രിക്ഷൻ ലെസ് ആയിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ ലെസ് ആയതുകൊണ്ട് തന്നെ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും, ഹൈ സ്പീഡായിരിക്കും വിൻഡിനുണ്ടാവുക. On the other hand, the friction being more along the difficult terrains and places with a dense forest cover, the speed of wind will be less in those places. എന്നാൽ എങ്ങനെയാണ്? ഡെൻസ് ഫോറസ്റ്റ് കവർ അല്ലേ, വളരെ എന്താണ് ഡെൻസ് ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരുപാട് മരങ്ങളൊക്കെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ടെറൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ടെറൈൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും ഒരുപാട് നിരപ്പല്ലാത്ത സ്ഥലങ്ങൾ അല്ലേ, കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഫ്രിക്ഷൻ വളരെ കൂടുതലായിരിക്കും. ദ സ്പീഡ് ഓഫ് വിൻഡ് വിൽ ബി ലെസ് ഇൻ ദോസ് പ്ലേസസ്. അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കുമ്പോൾ അവിടെ കാറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ ലെസ് ആണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? കാറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതാണ് ഫ്രിക്ഷൻ എന്നുള്ളത്.
അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ മതി. ബാക്കി ഈ ഒരു ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്തതെന്നുള്ള ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി global pressure belts. We have discussed the different global pressure belts, then equatorial low pressure belt, subtropical high pressure belt, and subpolar low pressure belt and polar high pressure belt. After that, we have discussed the atmospheric pressure and winds. Then the speed and direction of wind. The speed and direction of wind are based on pressure gradient force, Coriolis force and friction. After that, we have discussed what is pressure gradient force and what is Coriolis force and what is friction. Then as usual, I am going to an assignment for you. The question is, explain the different global pressure belts. Explain the different global pressure belts. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അയച്ചു തരിക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.